ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. കുറേ പ്ലാൻ ചെയ്യണം, പക്ഷെ നടക്കാറില്ല. ഇപ്പോഴാണ് നടന്നത്. അപ്പോൾ നമ്മൾ പെരുന്നാൾ ലീവിൻ്റെ സമയത്താണ് കേട്ടോ പോണത്. അങ്ങനെ ഫൈനലി നമ്മൾ ബാംഗ്ലൂർക്ക് പോവാണ്. ഷൊർണൂരിൽ നിന്നാണ് കേട്ടോ ട്രെയിൻ. അപ്പോൾ ഏട്ടൻ വീട്ടിലേക്ക് ആദ്യം വന്നിട്ട് എന്നെ എടുത്തു, പിന്നെ എഴുത്തിമേനെയും കൂട്ടിയിട്ട് അങ്ങനെ പോവുക ചെയ്തിട്ടോ. അപ്പോൾ എഴുത്തിമയുടെ വീട്ടിൽ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. അതൊന്നും പിന്നെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കുട്ടികളൊക്കെ ഈ ട്രിപ്പിന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ അവർ കുറേ ദിവസമായി ഇതിന് റെഡിയാക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ നമ്മൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ആരതൊക്കെ നല്ല ഹാപ്പിയിലാണ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ആകെ മറിയ നമ്മള് റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. നാളെ ഈ ടൈമിൽ നമ്മൾ എവിടെ എത്തും? നമുക്ക് അടുത്ത വീഡിയോ 5ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കയറുമ്പോൾ ലിഫ്റ്റ് കണ്ടില്ല, ഞങ്ങൾ സ്റ്റെപ്പ് വഴിയാണ് കയറി. അപ്പോൾ നല്ലതായി കിതച്ചു കേട്ടോ, ഈ ലഗേജൊക്കെ പാടെ കയറ്റിയിട്ട്. അപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ അവിടെ ലിഫ്റ്റ് ഉണ്ട്. അപ്പോൾ തിരിച്ച് ഞങ്ങൾ ലിഫ്റ്റിലാണ് കേട്ടോ ഇറങ്ങിയത്. 1 മണിക്കൂർ മുന്നേ തന്നെ ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിയിട്ടോ. S5 ആണ് നമ്മുടെ കോച്ച് വരുന്നത്. അപ്പോൾ ഏട്ടൻ ചോദിച്ചു നോക്കുമ്പോൾ അത് കുറച്ച് അപ്പുറത്തായിട്ടാണ് വരുന്നത്. പിന്നെ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് ആൾക്കാർ വന്നു തുടങ്ങണമല്ലോ, അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് അധികം ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ള ഭാഗത്ത് ഇരുന്നു കേട്ടോ. ഈ പെരുന്നാളായതുകൊണ്ട് അങ്ങോട്ട് പോകാൻ അധികം ആൾക്കാരൊന്നുമില്ല, തിരക്ക് കുറവായ പോലെ തോന്നി കേട്ടോ, ട്രെയിനിലായാലും അതെ. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ യാത്രയാണ്. ആരുട്ടൻ്റെയും മനുവിൻ്റെ ഒക്കെ ഫസ്റ്റ് ട്രെയിൻ യാത്ര കേട്ടോ. അപ്പോൾ ആരാത് പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ലോങ് ട്രിപ്പ് പോണത് ആദ്യമായിട്ടാണ്. ഒരു ട്രെയിൻ പാസ് ചെയ്ത് പോയിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ആരുട്ടൻ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഞാനും അതേ ഇപ്പോൾ കുറേ ട്രെയിനിൽ കയറിയിട്ടോ. പണ്ട് വെക്കേഷനിലൊക്കെ അച്ഛൻ്റെ അടുത്തേക്ക് പോകും. അച്ഛൻ മധ്യപ്രദേശിലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകും, എല്ലാ വെക്കേഷനും പോകും കേട്ടോ. ഒരു 10ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അങ്ങനെ പോക്ക് നിർത്തിയത്, പിന്നെ ക്ലാസ്സൊക്കെ ആയിട്ട്. അപ്പോൾ ട്രെയിൻ വരാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് പോയി നിന്നിട്ടോ, ആ കോച്ച് വരുന്ന ഭാഗത്തേക്ക് പോയി നിന്നേ. അപ്പോൾ ഇനി ട്രെയിനിൽ കയറിയിട്ട് കാണാം. എല്ലാവർക്കും നല്ല എക്സൈറ്റ്മെൻ്റ് ആയതുകൊണ്ട് കിടക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ കാറ്റൊക്കെ അടിക്കൽ തുടങ്ങിയപ്പോഴേ എല്ലാവരെയും പിടിച്ച് കടത്തിയിട്ടോ, അല്ലെങ്കിൽ പിന്നെ രാവിലെ ആകുമ്പോൾ ഭയങ്കര ക്ഷീണമാവുമല്ലോ. ഈ എക്സൈറ്റ്മെൻറ്റും പിന്നെ ഈ ട്രെയിനിൻ്റെ സൗണ്ടൊക്കെ കാരണേ ആർക്കും ഉറക്കം വരുന്നില്ല പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ യാത്ര പോകുമ്പോൾ പണ്ടത്തെ യാത്രകൾ ഓർമ്മ വരുന്നു കേട്ടോ. മധ്യപ്രദേശിക്ക് പോയതൊക്കെ ഭയങ്കര നൊസ്റ്റു ആയിരുന്നേ. കുട്ടികളൊക്കെ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഒന്ന് വെളിച്ചം വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ആരുട്ടനെ കൊണ്ടുള്ള ഫസ്റ്റ് ട്രെയിൻ യാത്രയുണ്ട്. അപ്പോൾ അവൻ സൗണ്ടൊക്കെ കേട്ടിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യാന്ന് അറിയാത്തതുകൊണ്ട് ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഒരു കുഴപ്പമുണ്ടായില്ല കേട്ടോ അവനെ കൊണ്ട്. അവൻ കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടായി. ആദ്യം ഇങ്ങനെ ഉറങ്ങാനൊരു ബുദ്ധിമുട്ടുണ്ടായി, പിന്നെ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ ആളൊക്കെ. ട്രെയിൻ യാത്രയിൽ ഈ മോർണിംഗ് വ്യൂ നല്ല രസമാണ്. അപ്പോൾ എപ്പോഴും അതെ, പണ്ട് ഞാൻ പോകുമ്പോഴേ ഈ സമയമൊക്കെ ആകുമ്പോൾ നീക്കും കേട്ടോ. പിന്നെ ഉറക്കം നമുക്ക് ശരിയാവില്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് നിർത്തും ചെയ്യും. അപ്പോൾ നമുക്ക് ഉറക്കം കറക്റ്റായിട്ട് കിട്ടില്ലല്ലോ, അപ്പോൾ വേഗം നീക്കും. ട്രെയിൻ യാത്ര ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കുട്ടികൾ ഓരോരുത്തരോരുത്തരായി നീച്ചിക്കൽ തുടങ്ങിയിട്ട്. അപ്പം ആദ്യം അമ്മ നീച്ച്, പിന്നെ അനുവും ആരാതും ഒക്കെ നീച്ചിട്ട് ഇങ്ങനെ വന്നിരിക്കൽ തുടങ്ങിയ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. യുവിക്കുട്ടനും ആരുട്ടനും മാത്രമേ നീച്ചിട്ടില്ല, ബാക്കി എല്ലാവരും നീച്ചു കേട്ടോ. സമയം 5:30-6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ട്രെയിൻ എവിടെയോ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റേഷൻ്റെ പേരൊന്നും കാണാനില്ല കേട്ടോ. 2-3 സ്റ്റേഷനും കൂടിയുള്ളൂ, അത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേഷനും എത്തിട്ടോ. അപ്പോൾ കുറേ പേര് ഇറങ്ങിപ്പോയിരുന്നു. കമ്പാർട്ട്മെൻറ്റ് ഒരുവിധം ഒക്കെ കാലി ചെയ്യുന്നു കേട്ടോ. നമുക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ ലാസ്റ്റാണ് കേട്ടോ, യശ്വന്തപൂർ. അപ്പോൾ ട്രെയിനും അതുവരെ ഉള്ളൂ, ലാസ്റ്റ് സ്റ്റോപ്പാണ്. ഒരു 8 മണിയൊക്കെ ആയിട്ട് എത്തുമെന്നാണ് ആപ്പിൽ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ ആരുട്ടനും നീച്ചിട്ടുണ്ട് കേട്ടോ. ഇനി യുവിക്കുട്ടൻ മാത്രമേ നീക്കാറുള്ളൂ കേട്ടോ. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പുറത്തൊക്കെ സീറ്റ് ഒഴിവുണ്ട്, പക്ഷേ എല്ലാവർക്കും ഒരുമിച്ചിരിക്കണം പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനു ഇങ്ങനെ വിശക്കുന്നുണ്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് സ്നാക്സ് എന്തൊക്കെ ഇരിക്കുന്നുണ്ട്, അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അവൾ ഇങ്ങനെ വിശക്കുന്നുണ്ട് അത് പറയുന്നുണ്ട്. ഇന്നലെ കയറിയപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ആരുട്ടും ഉറങ്ങാൻ കൂട്ടാക്കിയിരുന്നില്ല. അപ്പോൾ അവൻ്റെ ഷർട്ട് ഊരിയിട്ടാണ് അവൻ ഉറങ്ങിയിട്ടോ. ഇപ്പം നോക്കുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. ഒരു സേലത്തൊക്കെ എത്തിയപ്പോൾ നല്ല മഴ പെയ്തു. അപ്പോൾ അതിൻ്റെ ശേഷം ഭയങ്കര തണുപ്പാണ്.
പിന്നെ അവൻ നീച്ചാലോ വിചാരിച്ചിട്ട് ഈ ഡ്രസ്സൊന്നും ഇട്ടെടുത്തില്ല, നന്നായി പുതപ്പിച്ച് കിടത്തുകയും ചെയ്തേ. ആരാധു കേരളം വിട്ടതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവളുടെ വിചാരം ഇപ്പോഴും കേരളത്തിലാണ്, രാത്രിയോടെ ബാംഗ്ലൂർ എത്തുള്ളൂ എന്നാണ് അവളുടെ വിചാരം കേട്ടോ. അപ്പോൾ അവൾ പറയുന്നത് നമ്മളിപ്പോഴും കേരളത്തിലല്ലേ, എപ്പോഴാണ് എത്തുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കളിയൊക്കെയാണ്, കേരളമൊക്കെ വിട്ടു അതൊന്നും അറിഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അവളുടെ വിചാരം 2 ദിവസം എടുക്കുന്നൊക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞു 2 ദിവസമല്ല, 2 സ്റ്റേഷൻ കഴിഞ്ഞ് എത്തും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾക്ക് വിശ്വാസമാവണില്ല. പിന്നെ എക്സൈറ്റ്മെൻറ്റ് കൂടിയില്ല, ഇനിയിപ്പോൾ ആകെ 2 സ്റ്റേഷനിലല്ലേ ഉള്ളൂ പറഞ്ഞിട്ട്. അപ്പോൾ ഇനി 2 സ്റ്റേഷനേ ഉള്ളൂ. അപ്പം ഞങ്ങൾ വേഗം സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. എല്ലാവരും ഇറങ്ങിപ്പോയിണ്ടായിരുന്നു, അപ്പോൾ ഒക്കെ സീറ്റിൻ്റെ മുകളിലേക്ക് എടുത്തു വെച്ചു. പിന്നെ സ്റ്റേഷനെത്തിയാൽ നമുക്ക് പതുക്കെ ഇറങ്ങാമല്ലോ, പിന്നെ പെട്ടെന്ന് ഇതൊന്നും എടുക്കണ്ടല്ലോ. അപ്പോൾ ഒക്കെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഈ വ്യൂ നല്ല രസമുണ്ട്. അപ്പോൾ സ്റ്റേഷനിലേക്ക് കൂട്ടാൻ വേണ്ടി മോനും സനുമൊക്കെ വരാനിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഫ്ലാറ്റിലേക്കാണ് പോകുന്നത്, അമ്മയും ഇവിടെയാണ്. അങ്ങനെ ഞങ്ങൾ കുറേ പ്ലാൻ ചെയ്യണം. അപ്പോൾ ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ നീണ്ടു പോവുമായിരുന്നു, എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സങ്ങൾ വരും. അങ്ങനെ ഫൈനലി ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയിട്ടോ. കുട്ടികളെ പോലെ തന്നെ വലിയൊരു നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. റീൽസിലൊക്കെ കാണില്ലേ പിങ്ക് പൂക്കൾ, അതിങ്ങനെ അവിടെ ഇങ്ങനെ മരങ്ങൾ കണ്ടിരുന്നു കേട്ടോ. പക്ഷേ ഒക്കെ ചില മരങ്ങളിലൊന്നും ഇല്ല, കൊഴിഞ്ഞു പോയിരുന്നു. ചിലതിലൊക്കെ നിൽക്കണ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് പൂത്ത് നിൽക്കുമ്പോൾ നല്ല വ്യൂ ആവൂലേ. അപ്പോൾ റോഡ് സൈഡിൽ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ചിലതൊന്നും ഇലയൊന്നും ഇല്ല, ഒക്കെ കൊഴിഞ്ഞു പോയിരുന്നു. ഇവിടെ ചില സ്ഥലത്ത് ഐസ് മഴയൊക്കെ പെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കിട്ടുന്നു. പക്ഷെ ഇവരുടെ അവിടേക്ക് കുഴപ്പമില്ല, മഴ ഉണ്ട്, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഒരു സ്റ്റേഷനിൽ കണ്ടതാണ് കേട്ടോ ഈ ഒരു തരം കായ. ഇതെന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല രസമുണ്ട് നിൽക്കണത് കാണാൻ. ഈ നമ്മൾ വെള്ളരിക്കൊക്കെ തൂങ്ങി നിൽക്കും പോലെ നിൽക്കേണ്ടത് നല്ലതാണോ, നമുക്ക് ഉപയോഗിക്കാൻ പറ്റണതാണോ എന്നൊക്കെ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ ഈ സ്റ്റേഷനിൽ. അവിടെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഒരു വെള്ളരിക്കയുടെ ഒക്കെ ഷേപ്പ് ഉണ്ട്, പക്ഷെ ഒരു വേറെ കളറാണ് കേട്ടോ, ബ്രൗൺ കളറാണ്. ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട്, വലിയ മരമാണ് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ തൂങ്ങി നിൽക്കുന്നുണ്ട്. കറക്റ്റ് അപ്പോൾ സ്റ്റേഷനിൽ എത്താറായിട്ടോ. അപ്പോൾ അവിടെ ഒരു ട്രെയിൻ പാസ് ചെയ്യാനുള്ളതുകൊണ്ട് വണ്ടി ഒരു 10 മിനിറ്റ് പിടിച്ചിട്ടു കേട്ടോ. സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ പിടിച്ചിട്ടത്, അവർക്ക് അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവർ ഇറങ്ങിയിട്ടുണ്ട് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തേക്ക് വരാനാണ് പറഞ്ഞത്. ഫൈനലി നമ്മൾ യശ്വന്തപൂർ സ്റ്റേഷനിലെത്തി. അപ്പോൾ നമ്മളവിടെ ഇറങ്ങിയിട്ട് പുറത്തേക്ക് നടക്കുകയാണ്. അപ്പോൾ മോനും സനും ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരുന്നേ. ഞങ്ങൾ പുറത്തേക്ക് വരാമെന്ന് പറഞ്ഞു. ഇവിടെ എന്തൊക്കെയോ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ അവർക്ക് പാർക്ക് ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല. അപ്പോൾ അവർ വേഗം പുറത്തേക്ക് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കയറി ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ റൂമിലേക്ക് പോണതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടോ. അപ്പോൾ സാത്തിക്കുട്ടിന് അതെ ഞങ്ങളെല്ലാവരും കണ്ട എക്സൈറ്റ്മെൻറ്റിലാണ്. അങ്ങനെ ഓരോ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. കുട്ടികളൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. ആരാധുവിനെയും അനുവിനെയും അമ്മൂനെയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഏട്ടനെ എടുത്തമ്മയ്ക്ക് ചായ കുടിക്കണം പറഞ്ഞിട്ട് അങ്ങനെ കയറിയതാണ്. അപ്പോൾ അവരൊക്കെ ചായ കുടിച്ചു. എനിക്ക് പിന്നെ ചായ ഇഷ്ടമല്ല, പാൽ ചായ ഇഷ്ടമല്ല, അപ്പം ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ.
അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞ് വേഗം ചായ കുടിച്ചവിടുന്ന് പോകുന്നു. കാരണം അമ്മ വെയിറ്റിങ്ങിലാണ് വീട്ടിൽ. അമ്മ കുറേ നേരമായി വിളിക്കുന്നു, എവിടെ എത്തി, പോകുന്നു എന്നൊക്കെ ചോദിച്ചിട്ടേ. ആരുട്ടനും സാത്തിക്കുട്ടനുള്ള സ്നേഹപ്രകടനങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ സുരേഷ് ഏട്ടന് മെസ്സേജ് അയച്ചു, അമ്മയ്ക്ക് വിളിച്ച് പറഞ്ഞു ഇവിടെ എത്തി എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ ബാംഗ്ലൂരിലെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, അടുത്ത വീഡിയോ ബൈ.